അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രീജിനി രജീഷ്. ഇന്നത്തെ 5ാമത്തെ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ് ചുരിദാർ കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മളിടുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണാം. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്ന് വെച്ചെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ 2 മടക്കായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി 3 ഇഞ്ച് ഞാനിന്ന് 34 സൈസ് ചെസ്റ്റ് അളവുള്ളവരുടെ ചുരിദാറാണ് അടിക്കുന്നത്. അപ്പോൾ ഇനി കഴുത്തിൻ്റെ ഇറക്കം ഒരു 5.5 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ 5 ഇഞ്ചാണ് കഴുത്ത് വരുള്ളൂ, 1/2 ഇഞ്ച് നമുക്ക് തുമ്പിന് വേണ്ടിയിട്ടാണ്. വിഡ്ത്ത് എടുത്തേക്കുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. 3 ഇഞ്ച് വിഡ്ത്ത്. അത് സ്ക്വയറായിട്ട് വരച്ചെടുക്കുക. മൂലയിൽ നിന്ന് ഓരോരോ ഇഞ്ച് ഇട്ടിട്ട് സ്ക്വയർ അത് വരച്ച് കഴുത്തിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുക കേട്ടോ. ഇതേപോലെ ഇത് ഫ്രണ്ട് നെക്കിൻ്റെയാണ്. ഇനി ബാക്ക് നെക്ക് 3 ഇറക്കം വരിക. അപ്പം നമ്മൾ 3.5 എടുക്കുന്നുണ്ട്. അതും അതേപോലെ തന്നെ നമ്മൾ വരച്ചെടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. ബാക്ക് നെക്കിൻ്റെ ഇറക്കമൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെറിയ നെക്കാണ് കൊടുക്കുന്നത്, ബാക്കിൽ കുഞ്ഞി നെക്കാണ് കൊടുക്കുന്നത്. പിന്നെ ഷോൾഡർ വരുന്നത് മൊത്തം 14 ഷോൾഡർ വരുന്നത്. അപ്പം അതിൻ്റെ പകുതി 7 ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ഷോൾഡർ. കഴുത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഷോൾഡർ 7 ഇഞ്ച്. അതേ ഇത് തന്നെയാണ് നമ്മൾ കൈക്കുഴി എടുക്കുന്നത്. അതിൽ നമ്മൾ ഈ 7 ഇഞ്ചിൽ തയ്യൽ തുമ്പും ഒക്കെ പെടും കേട്ടോ. അടിച്ചു വരുമ്പോൾ ഷോൾഡർ 6.5 ഉണ്ടാവുള്ളൂ. ഇനി ചെസ്റ്റ് അളവ് എടുക്കുകയാണ്. ചെസ്റ്റ് അളവ് 34 ഇഞ്ച് 4 ഭാഗമാക്കണം. അപ്പോൾ നിങ്ങൾക്കിത് 8.5 അപ്പോൾ വരുന്നത്. 4 ഭാഗമാക്കുമ്പോൾ ഈ 8.5 കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 9.5 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റ് എടുക്കുന്നത് കേട്ടോ. ഇതിൽ ഞാൻ ആ 1 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് 9.5 വേണം എടുക്കാം കേട്ടോ. ഞാൻ 8.5 4 ഭാഗം എന്ന് പറയുമ്പോൾ 8.5 കിട്ടുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. അത് ലൂസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അടിത്തുമ്പ് ഒരു 2 ഇഞ്ച് വരെ നമുക്ക് ഇടാം. 1 ഇഞ്ച് തൊട്ട് 2 ഇഞ്ച് വരെ നമുക്ക് അടിത്തുമ്പ്. അതായത് നമുക്ക് എങ്ങാനും ഇപ്പോൾ തടി കൂടി കുറേ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് അടിത്തുമ്പ് കുറച്ച് കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. കൈക്കുഴിയുടെ ആ ഭാഗം കറക്റ്റാക്കിയിട്ട് ഇതുപോലൊരു സ്കെയിൽ വെച്ച് കറക്റ്റായി വരച്ചെടുക്കാം. സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്ക് ഇങ്ങനത്തെ ഒരു സ്കെയിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് കേട്ടോ.
അപ്പം നമ്മൾ വരച്ചിട്ടുണ്ട്. സ്ക്വയർ ചെയ്ത് കൈക്കുഴിക്കുള്ളതാണ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. മുകളിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഷേപ്പിന്, അതായത് ചെരിഞ്ഞിട്ട് ഷോൾഡർ ചെരിവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ഇഞ്ച് അടിത്തുമ്പോൾ അവിടെ അപ്പം തന്നെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് നമ്മുടെ കഴുത്തുമായിട്ട് ആ ചെരിച്ചിട്ടുള്ള അത് ഒന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, അളവുകളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം കേട്ടോ. നമ്മൾ 1/2 ഇഞ്ച് ഇങ്ങോട്ട് താഴേക്ക് എടുത്തില്ല, അവിടെ നിന്ന് നേരെ താഴോട്ട് ആ എൻഡിങ് പോർഷൻ വരെയുള്ള ഭാഗം എത്രയാണെന്ന് നോക്കാം. അപ്പോൾ അത് 6.5 വരുന്നത്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ പകുതി 3/4 നമ്മൾ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്താം കേട്ടോ. അത് നമ്മൾ ഇനി കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ടാണ്, ആ ഷേപ്പ് വെട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ 3/4 നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ ഇട്ടു. ഇനി ഈ സ്കെയിൽ വെച്ചിട്ട് നമുക്കത് ആം ഹോൾ കർവ് വരച്ചെടുക്കാം. ഓക്കെ, വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരവണ്ണം നല്ല ടൈറ്റായിട്ട് വേണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ അരവണ്ണം എടുക്കാം. അതല്ല എന്നുണ്ടെച്ചെങ്കിൽ നമ്മളൊരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് നമുക്ക് ഷേപ്പിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇത് 9.5 ഇഞ്ചിൽ നമ്മൾ ചെസ്റ്റിൻ്റെ 8.5 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് 9.5 അത് മാർക്ക് ഒന്നുകൂടി ചെയ്തതാട്ടോ. ഓക്കെ, ഇനി നമ്മൾ നേരെ താഴോട്ട് സ്ലിറ്റിൻ്റെ പൊളി വരുന്ന ഭാഗം എടുക്കുന്നത് 20 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. ആ 20 ഇഞ്ച് എടുത്ത് എടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും അടയാളപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 20 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ചിലർക്ക് സ്ലിറ്റിൻ്റെ ആ ഭാഗത്തെ വണ്ണം, അതായത് സീറ്റ് റൗണ്ട് കൂടുതലുണ്ടാവും, ചെസ്റ്റിനേക്കാളും കൂടുതലുണ്ടാവും. നമ്മളിതുപോലെ എടുത്ത് നോക്കാം. അപ്പോൾ എനിക്കത് 42 വരുന്നത്. അപ്പം 42ൻ്റെ 4/1 ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? ഞാനിവിടെ ഒരു 11 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഭാഗത്തേക്ക് തടിയൊന്നും തീരെ തടിയില്ലാത്തവർക്ക് നമുക്ക് എത്ര 42 കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ 4/1 ഭാഗം തന്നെ എടുത്താൽ മതി. അതിൻ്റെ കൂടെ ഒന്നും കൂട്ടൊന്നും വേണ്ട. പക്ഷേ ഇത്തിരി ഏജ് ആയത് അങ്ങനെയുള്ളവർക്ക്
നമുക്ക് കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1 ഇഞ്ച് വരെ നമുക്ക് കൂട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഷേപ്പിൽ നമുക്ക് തന്നെ അവർക്കും നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. 11 ഇഞ്ച് എടുത്തിട്ട് അടയാളപ്പെടുത്തി. ഇനി നമ്മൾ വേസ്റ്റ് ആക്കാൻ പോവാണ് കേട്ടോ, അടയാളപ്പെടുത്താൻ പോവാണ്. അതൊന്ന് ഷേപ്പ് ചെയ്യണമല്ലോ. വേസ്റ്റിന് ഈ മുകളിൽ നിന്ന് കേട്ടോ, അവിടെ ഒരു വര വരച്ചിട്ടില്ലേ, അവിടെ നിന്ന് കുറച്ച്, അതായത് സീറ്റിൻ്റെ അവിടേക്ക് 13 ഇഞ്ചാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കാം. അപ്പോൾ നമുക്ക് 6.5 കിട്ടും. അപ്പോൾ 6.5 നമ്മൾ ഇത് നമ്മൾ ഷേപ്പിന് വേണ്ടിയിട്ടാണ്. ഷേപ്പ് നമ്മളിങ്ങനെയാണ് എടുക്കുക. ഷേപ്പ് ചെയ്യേണ്ടത് എവിടെയാണ് നോക്കേണ്ടത്, അതായത് വേസ്റ്റ് റൗണ്ട്. നമ്മളിവിടെ നിന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അത് നേരെ സീറ്റ് റൗണ്ടിലേക്ക് മുട്ടിക്കുക. സീറ്റ് റൗണ്ടിലേക്ക് മുട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ ഷേപ്പ് ചെയ്ത് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തയ്യൽ തുമ്പ് ഇതുപോലെ നമുക്ക് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. തയ്യൽ തുമ്പ് ആദ്യമായിട്ട് അടിക്കുന്നവർ കുറച്ചധികം വിടുന്നത് നന്നായിരിക്കും. അതായത് സീറ്റ് റൗണ്ട് താഴ്ഭാഗത്തുണ്ടല്ലോ, സീറ്റ് റൗണ്ടിൻ്റെ അവിടേക്ക് അധികം വിടണ്ട. സ്ലിറ്റ് അടിക്കാൻ 1 ഇഞ്ച് സീറ്റ് റൗണ്ടിൻ്റെ 11 ആണ് എൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടി 12 ഇഞ്ച് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഏറ്റവും താഴ്ഭാഗത്താണ്, താഴെ ഇറക്കം 36 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇറക്കം കൂടുതൽ വേണ്ടവർക്ക് 42-40 വരെയൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം ഇനി 12ൻ്റെ കൂടെ ഒരു 13 ഇഞ്ച് എടുത്ത് പിന്നെ 1 ഇഞ്ച് എക്സ്ട്രയും കൊടുത്തിട്ടുണ്ട് അടിഭാഗത്ത്. നമ്മൾ സീറ്റ് റൗണ്ട് 11 നമുക്ക് കിട്ടിയിട്ടുണ്ടാകുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടി കൂട്ടി 13 കിട്ടി. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ചാണ് കൂട്ടിയിട്ടിട്ടുള്ളൂ. 2 ഇഞ്ച് വരെ നമുക്ക് കൂട്ടിയിടാം കേട്ടോ. പിന്നെ സീറ്റ് റൗണ്ട് എത്രയാണോ അത്ര തന്നെ ഇറക്കം, അത്ര തന്നെ വീതി താഴേക്കും മതി എന്ന് വെച്ചാൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് ആക്കിയിട്ട് ഒന്ന് ചെറുതാക്കി ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ നമ്മൾ 1 ഇഞ്ച് വീതി എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് മടക്കി തയ്ക്കാനായിട്ട്. ഇപ്പം നമ്മുടെ വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വെട്ടാം. ടോപ്പുകൾ, മുണ്ടുകൾ, ബെഡ്ഷീറ്റുകൾ, ബെഡ്കവറുകൾ. നമുക്കിത് കട്ട് ചെയ്യാം.
തുണി നീങ്ങിപ്പോവാതെ നോക്കണം. ആദ്യമായിട്ട് ചെയ്യുന്നവർ മുട്ടു സൂചിയോ അങ്ങനെ എന്തെങ്കിലും കുത്തി വെച്ചോളൂ കേട്ടോ. അതല്ല വെച്ചെങ്കിൽ തുണി അങ്ങോട്ട് നീങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമ്മൾ ആ വരയിലൂടെ തന്നെ വെട്ടിയെടുക്കുക. ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നം കാരണം ഇത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല അല്ലേ ചോക്ക്. നമ്മളാ വരച്ച അതിലൂടെ തന്നെ വെട്ടിയെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫുള്ള് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്തിട്ട് ഇനി ഞാൻ വെട്ടണത് ആ ചെരിച്ചിട്ടുള്ള വെട്ടാണ് കേട്ടോ. കഴുത്തിൻ്റെ അവിടെ ഷോൾഡർ ചെരിവ് അത് വെട്ടി. ഇനി കഴുത്ത് നമ്മൾ വെട്ടണില്ല കേട്ടോ. ഞാൻ ഫസ്റ്റായിട്ട് അടിക്കുമ്പോൾ വെട്ടണ്ട. നമ്മൾ ആ എൻഡുകളൊക്കെ, അതായത് അടിത്തുമ്പ് കറക്റ്റ് എവിടേക്കാണ് നമ്മൾ അടിച്ച് ജോയിൻ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ ആ ഭാഗമൊക്കെ ആ വരയിൽ കൂടെ അങ്ങോട്ട് അടിച്ചെടുക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ അത് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ഓരോരോ കട്ട് കൊടുക്കുകയാണ്. നമുക്ക് തയ്ക്കുമ്പോൾ